ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവം. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ല ദിവസങ്ങളാണ്. കൂടിച്ചേരലുകൾ, സൗഹൃദ ബന്ധങ്ങൾ പുതുക്കൽ, വിവിധ തരത്തിലുള്ളതായ കലാകായിക മത്സരങ്ങൾ, അതുപോലെ കുടുംബ സംഗമങ്ങൾ എല്ലാം കൊണ്ടും എല്ലാവർക്കും സന്തോഷത്തിൻ്റെ നാളുകളാണ്. ഇന്ന് ഉത്രാട ദിവസം. ഉത്രാട പാച്ചിൽ എന്ന് പറയുന്നത് പഴയകാലം മുതൽ തന്നെ നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. ഓണത്തിന് വേണ്ടിയുള്ള സദ്യ ഒരുക്കാനായിട്ട് എല്ലാവരും ഓടുന്ന ഒരു ദിവസമാണ്. എല്ലാ വിഭവങ്ങളും സംഘടിപ്പിക്കുവാനായിട്ട് ചന്തകൾ തോറും കയറി ഇറങ്ങി നടക്കുകയും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കരസ്ഥമാക്കാനായിട്ട് ഓടി നടക്കുന്ന ഒരു ദിവസമാണ് ഉത്രാട ദിവസം. അമ്മമാരാണെങ്കിൽ എന്തെല്ലാം സാധനങ്ങൾ വേണം ലിസ്റ്റ് എഴുതാനായിട്ട്, അതുപോലെ വാങ്ങിക്കാനായിട്ട് ചന്തയിൽ പോകുന്നവരെ ഉത്സാഹിപ്പിക്കുന്ന ഒരു ദിവസവുമാണ്. ഒത്തിരി ചിന്തകൾ ആണ് ഓണവുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്നത്. കളികൾ, വടംവലി, അതുപോലെ തന്നെ കസേര കളികൾ, വിവിധ തരത്തിലുള്ള കളികൾ, അതൊക്കെ കാണാൻ ആസ്വദിക്കാൻ എല്ലാവരും ഒത്തുകൂടിയിരിക്കുക വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. അതോടൊപ്പം തന്നെ ഓണത്തിന് പ്രത്യേക വസ്ത്രങ്ങൾ ധരിച്ച് എല്ലാവരെയും കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ല ശുഭ്രവസ്ത്രം, നല്ല വസ്ത്രമൊക്കെ ധരിച്ച് എല്ലാവരും ഓണത്തിന് അണിനിരക്കുന്ന കാണാൻ തന്നെ ഒരു മലയാളിത്തം. 10 മുതൽ 10 ദിവസം എല്ലാവരും അത്തപ്പൂ ഇടുന്ന ഒരു രീതി. അതിനകത്ത് ജാതിമത വ്യത്യാസമന്യേ എല്ലാവരും എല്ലാ ഭവനങ്ങളിലും അത്തപ്പൂക്കളം നിരത്തുമ്പോൾ നമ്മുടെ തൊടിയിലെ പൂക്കൾ ശേഖരിക്കാനായിട്ട് കുട്ടികൾ ഓടി നടക്കുന്നു. അത് നല്ല രീതിയിൽ അത് ക്രമീകരിക്കുവാനായിട്ട് വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഒന്നിച്ചു ചേരുമ്പോൾ വളരെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. അതുപോലെ തന്നെ സ്കൂളുകളിലും കോളേജിലും ഒക്കെ ക്ലാസ് മുറികളിലും അതിൻ്റെ വരാന്തയിലും ഒക്കെ പൂക്കൾ നിരത്തുവാനായിട്ട്, അതുപോലെ പൂക്കള മത്സരം വളരെ സന്തോഷകരമായ വളരെ ആനന്ദകരമായ ദിവസങ്ങളാണ്. മധുരിക്കുന്ന ഓർമ്മകളാണ് ഈ ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഓണത്തിന് വലിയൊരു കൂടിവരവിൻ്റെ ദിവസമാണ്. ദൂരെയുള്ളവരും ചാരത്തുള്ളവരും വിവാഹം കഴിച്ചയച്ച മക്കളും കൊച്ചുമക്കളും ഒക്കെയായിട്ട് ചേർന്ന് ഒന്നിച്ചിരുന്ന് ഓണസദ്യ ഉണ്ടെന്നാണ് ഏറ്റവും സന്തോഷകരമായ നിമിഷം. വിവിധ സ്ഥലങ്ങളിൽ വിവിധ ദേശങ്ങളിൽ താമസിക്കുന്നവർ ഒന്നിച്ചു ചേരുകയും തൂശനില വെട്ടി അതിൽ ഓണസദ്യ വിളമ്പി കഴിക്കുമ്പോൾ അതിന് വലിയൊരു സന്തോഷമാണ്. എൻ്റെ ബാല്യകാലത്തെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ പിതാവിന് എല്ലാവരും ഒന്നിച്ചു കൂടണമെന്നൊരാഗ്രഹമാണ്. ആ ദിവസം തൂശനില വെട്ടി അതിലെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് സദ്യ കഴിക്കുന്നത്, ഓണസദ്യ കഴിക്കാൻ വളരെ സന്തോഷമുള്ള ഒരു സുദിനമാണ് ഓണം വരാനായിട്ട് കാത്തിരിക്കുകയാണ്. ജോലി സ്ഥലത്തായിരിക്കുന്നവർ, വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നവരൊക്കെയും ഓടിയെത്തി ആ ദിവസം എവിടെയാണെങ്കിലും ഓടി വീട്ടിൽ തന്നെ എത്തി ഒന്നിച്ചിരുന്ന് ഓണസദ്യ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ്. അപ്പോൾ ആ ദിവസം എല്ലാവരുടെയും കൂടിച്ചേരലിൻ്റെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. എല്ലാവർക്കും തിരുവോണത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. എക്കാലവും നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ തക്കവണ്ണം ഓണത്തിൻ്റെ ദിവസങ്ങളിലെ സന്തോഷവും ആഘോഷവും ഒക്കെ ആയിത്തീരട്ടെ. എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ. സർവമത്സരം ഒന്നിച്ചു ചേർന്ന് ഒന്നിച്ചാഘോഷിക്കുന്ന ഓണത്തിൻ്റെ ഒരു ദേശീയ ഉത്സവം അത് സമംഗളം നമുക്ക് ആഘോഷിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു.